ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കോല ഏതാണ്? ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്, മനുഷ്യരല്ല കേട്ടോ. അതായത് ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കോല ഏതാണ്? ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഉത്തരം? മറ്റൊന്നല്ല, ഉത്തരം വൈക്കോലാണ്. ഇംഗ്ലീഷിലെ ABCDFG HIJK LMNOPQRSTUVWXY. വൈയുടെ കൂടെ കോല് ചേർന്നാൽ വൈക്കോൽ. നമ്മുടെ പശുവൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വൈക്കോൽ എന്ന് പറയും അല്ലേ. ഒരു അക്ഷരത്തിൻ്റെ പേരിലുള്ള കോലാണ് വൈക്കോൽ. ഓക്കെ. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് നമ്മൾ പറയും അല്ലേ. തെക്ക്, വടക്ക്. അതായത് രണ്ട് കുതിര. ഒരു കുതിരയുടെ മുഖം തെക്കോട്ടേക്കും ഒരു കുതിരയുടെ മുഖം വടക്കോട്ടേക്കും ആക്കിയിട്ട് കെട്ടി. എന്നിട്ട് നടുമധ്യത്തിൽ പുല്ല് വെച്ച് കൊടുത്തു. പക്ഷേ കൃത്യമായിട്ട് രണ്ട് കുതിരയും പുല്ല് തിന്നു. എങ്ങനെ തിന്നാൻ സാധിച്ചു എന്നാണ് ചോദ്യം. അതായത് ഒരു കുതിര വടക്കോട്ടും ഒരു കുതിരയുടെ മുഖം തെക്കോട്ടുമാണ്. രണ്ട് ദിശയിലേക്കാണ് രണ്ട് കുതിരയെ നമ്മൾ മുഖമായിട്ട് കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് പുല്ല് വെച്ച് കൊടുത്തപ്പോൾ ഈ രണ്ട് കുതിരയും കൃത്യമായിട്ട് തിന്നു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം ഇതാണ്, മറ്റൊന്നല്ല. കുതിരയെ നമ്മൾ തെക്കും വടക്കുവാണെങ്കിലും ഒരു കുതിരയെ തെക്കോട്ട് മുഖാക്കിയിട്ടും മറ്റേ കുതിരയെ വടക്കോട്ട് മുഖാക്കിയിട്ടും കെട്ടി. എന്നിട്ട് എന്ത് മുഖാമുഖം പുല്ല് അവിടെ വെച്ച് കൊടുത്തപ്പം ഈ കുതിരയെ കെട്ടിയത് മുഖാമുഖമായിട്ടാണ്. രണ്ട് കുതിരയും കൃത്യമായിട്ട് അവിടുന്ന് പുല്ല് തിന്നു. അതായത് തെക്കോട്ടും വടക്കോട്ടും കുതിരയെ കെട്ടിയത് മുഖാമുഖമായിട്ടാണ്. ഒരു കുതിര തെക്കോട്ടും ഒരു കുതിര വടക്കോട്ടുമായിട്ട് നടുക്ക് പുല്ല് വെച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് കുതിരയ്ക്ക് തിന്നാൻ പറ്റി. അതാണ് കറക്റ്റ് ആൻസർ. കൈകൊണ്ടോ മറ്റു ഉപകരണങ്ങളുടെയോ സഹായം ഇല്ലാതെ മാറ്റാൻ പറ്റുന്ന എന്താണ്? ഇപ്പോൾ നമ്മളൊരു കല്ല് എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് കൈയുടെ സഹായം വേണം അല്ലേ. നമ്മളൊരു ബെഡിൽ ഒരു എന്താ പറയുക ഒരു പുസ്തകം ഉണ്ടാകും, നമ്മൾ ടേബിളിൻ്റെ മുകളിൽ മാറ്റി വെക്കണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് എടുക്കണം അല്ലേ. നമ്മളെടുക്കണം, മറ്റുള്ളവരുടെ കൈ കൊണ്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു ഉപകരണം എടുത്തിട്ട് വേണം. എന്താണ് കൈ സഹായം ആവശ്യമാണ്. നമ്മൾ എന്ത് സാധനം എവിടെ നിന്ന് മാറ്റണമെങ്കിൽ നമ്മുടെ കൈയുടെ സഹായം ആവശ്യമാണ്. അതായത് കൈയുടെയോ മറ്റു ഉപകരണങ്ങളുടെയോ സഹായം ഇല്ലാതെ നമുക്ക് നിഷ്പ്രയാസം മാറ്റാൻ പറ്റുന്ന എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നൊരു ഉത്തരം മനസ്സാണ്. മനസ്സ് മാറ്റുക. ഇപ്പോൾ എനിക്കൊരാളുടെ ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം അയാളുടെ വെറുപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പലരും നമ്മൾക്ക് പലതും പറയും. അപ്പോൾ നമ്മുടെ മനസ്സ് മാറും അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയിലേക്കുണ്ട്, ആ പാർട്ടിയിൽ നമ്മൾ മറ്റു പാർട്ടിയിൽ ചേരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറുകയാണ് അല്ലേ. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാം ഇന്ന് പോകണം, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാൻ ആദ്യം പറയും. പിന്നെ പറയും എല്ലാം ഇന്ന് സിനിമയ്ക്ക് പോകുന്നില്ല, കാരണം പുള്ളിക്കാരുടെ മനസ്സ് മാറുകയാണ് അല്ലേ. അതായത് കൈകൊണ്ടോ മറ്റു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ മാറ്റാൻ പറ്റുന്ന എന്താണ്? ഉത്തരം മനസ്സാണ്. മനസ്സ് നമുക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റാൻ പറ്റും. അതിന് കൈയുടെയോ മറ്റു ഉപകരണങ്ങളുടെയോ സഹായം ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുക കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് അല്ലേ. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ചോദ്യം എന്താണ്? നാളെ നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടെത്തി ഞങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതൊരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും എന്നുള്ള സത്യമായ കാര്യമാണ്. ചോദ്യമില്ലാത്തൊരു ഉത്തരമുണ്ട്. ഏതാണ് ആ ഉത്തരം എന്നാണ് ചോദ്യം. കഴിഞ്ഞപ്പോൾ ചോദിച്ചത്. അതായത് ചോദ്യമില്ലാത്ത ഉത്തരം ഏതാണ്? അത് ഈ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ് കാണാൻ പറ്റുന്നത്. പണ്ട് എല്ലായിടയ്ക്കും കാണുന്നതാണ്. അതായത് ചോദ്യമില്ലാത്ത ഉത്തരം മറ്റൊന്നല്ല, വീടിൻ്റെ ഉത്തരവാണ്. വീട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ ഓടും, ഇപ്പം എല്ലാം വാർപ്പിൻ്റെ കോൺക്രീറ്റ് വീടാണല്ലോ. അപ്പോൾ അതിനൊന്നും ഉത്തരവൊന്നുമില്ല. പണ്ട് നമ്മൾ ഈ ഓട് മേയുന്ന വീടുകൾക്കെല്ലാം ഉത്തരം ഉണ്ടാവും. വീടിൻ്റെ മുകൾ ഭാഗത്തൊരു ഉത്തരം ഉണ്ടാവും. അതിലാണെല്ലാം താങ്ങി നിൽക്കുന്ന സംഭവം ഉത്തരം എന്ന് പറയും അല്ലേ. അപ്പം ചോദ്യമില്ലാത്ത ഉത്തരവാണ് വീട്ടിൻ്റെ ഉത്തരം.